നമസ്കാരം. രാജ്യത്ത് നിന്ന് നക്സലിസം പൂർണ്ണമായും 2026 മാർച്ചോടെ തുടച്ചു നീക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിരുന്നു. ഇക്കാര്യം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും പലവട്ടം ആവർത്തിച്ചു പറഞ്ഞൊരു കാര്യമാണ്. രാജ്യത്തെ നക്സലിസം കേന്ദ്രങ്ങളായ മഹാരാഷ്ട്രയിലും ഛത്തീസ്ഗഡിലും നിന്നും 2025 ഒക്ടോബറിൽ 258 നക്സലുകളാണ് കീഴടങ്ങിയത്. ഒക്ടോബർ 2ാം വാരത്തിൽ ഛത്തീസ്ഗഡിൽ 170 നക്സലുകൾ കീഴടങ്ങിയിരുന്നു. ഇതേ ആഴ്ച തന്നെ ഛത്തീസ്ഗഡിലും മഹാരാഷ്ട്രയിലും യഥാക്രമം 7,061 നക്സലുകളാണ് ആയുധങ്ങളെല്ലാം ഉപേക്ഷിച്ചത്. ഇന്ത്യൻ സുരക്ഷാ സേനയുടെ ശക്തമായ നടപടികളുടെ ഫലം തന്നെയാണ് ഈ കീഴടങ്ങുകൾ എല്ലാം തന്നെ വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. കൂടാതെ തന്നെ നിലവിൽ രാജ്യത്തെ ഇടത് ഭീകരത അവസാനിപ്പിക്കുന്നതിനായി സുപ്രധാന നടപടികളുമായി കേന്ദ്ര സുരക്ഷാ ഏജൻസികൾ ഇപ്പോൾ രംഗത്ത് എത്തിയിരിക്കുകയാണ്. അതായത് കഴിഞ്ഞ നവംബർ 21 ഛത്തീസ്ഗഡിൽ ഉന്നത നക്സലേറ്റ് കമാൻഡർമാരിൽ ഒരാളായ ബസ്വരൻ, നവംബർ 18 ആന്ധ്രാപ്രദേശിൽ മാഹിൽ, ഡിസംബർ 25 ഒഡീസയിൽ നടന്ന ഏറ്റുമുട്ടലിൽ ഗണേഷ് ഉൾഖെ എന്നിവയുടെ വധത്തിന് ശേഷം സംസ്ഥാന പോലീസും സുരക്ഷാ ഏജൻസികളും രാജ്യത്ത് ശേഷിക്കുന്ന ഇടത് തീവ്രവാദി കമാൻഡർമാരുടെ ഒരു ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. ഒരു സ്ത്രീ ഉൾപ്പെടെ 11 നക്സലേറ്റുകളുടെ പേരുകൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. നക്സലേറ്റുകളുടെ ഉന്നത പോളിറ്റ് ബ്യൂറോയിലെ ഏറ്റവും അപകടകാരികളായ 3 തലവന്മാരുടെ പേരുകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഈ പട്ടിക കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവുമായി പങ്കിട്ടിട്ടുണ്ട്. അന്വേഷണ ഏജൻസി ഉദ്യോഗസ്ഥരുടെ അഭിപ്രായത്തിൽ നക്സലേറ്റ് സംഘടനയുടെ താഴ്ന്ന തലങ്ങളിൽ 250-ലധികം നക്സലേറ്റുകൾ അവശേഷിക്കുന്നുണ്ടെങ്കിലും രാജ്യത്തുടനീളമുള്ള നക്സലേറ്റ് പ്രവർത്തനങ്ങൾ തന്ത്രപരമായി പ്രവർത്തിക്കുകയും അതോടൊപ്പം തന്നെ നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഈ 11 ഉന്നത നക്സലേറ്റുകൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഹിറ്റ് ലിസ്റ്റിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്ന പേര് ദേവ്ജി എന്ന ചിഭാരി തിരുപ്പതിയുടേതാണ്. 62-കാരനായ ദേവ്ജി ഒരു ഉന്നത പോളിറ്റ് ബ്യൂറോ കമാൻഡർ മാത്രമല്ല, കേന്ദ്ര കമ്മിറ്റി കമ്മീഷന്റെ തലവനുമാണ്. ഇയാൾ CPI ജനറൽ സെക്രട്ടറിയാണ്. മറ്റൊരു നക്സലേറ്റ് നേതാവായ ഹിറ്റ്മയുടെ കൊലപാതകത്തിന് ശേഷം കേന്ദ്ര കമ്മിറ്റിയിലെ ഏറ്റവും അപകടകാരിയായ അംഗവുമാണ് ഇയാൾ. തെലങ്കാനയിലെ കരീംനഗർ ജില്ലയിൽ നിന്നുള്ള ഇയാൾ നക്സലേറ്റ് തന്ത്രങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ വിദഗ്ധനാണ്. ഇയാളുടെ തലയ്ക്ക് 1 കോടി രൂപ പാരിതോഷികമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കൂടാതെ 100-ലധികം സുരക്ഷാ ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയതായും ഇയാൾക്കെതിരെ ഒരു ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. നിലവിൽ ഏജൻസികൾ പറയുന്നതനുസരിച്ച് നിലവിൽ ഇയാൾ നക്സലേറ്റുകളിലെ മോസ്റ്റ് വാണ്ടഡ് ഭീകരനാണ്. രാജ്യത്ത് നക്സലിസം ഇല്ലാതാക്കുക എന്ന ഒരു ലക്ഷ്യമാണ് നരേന്ദ്രമോദി സർക്കാർ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വർഷം ആദ്യം മുതൽ തന്നെ നരേന്ദ്രമോദിയും അതോടൊപ്പം തന്നെ അമിത്ഷാ പറഞ്ഞ കാര്യമാണ്, നക്സലിസ്റ്റുകളോട് അതായത് മാവോയിസ്റ്റുകളോട് എത്രയും പെട്ടെന്ന് ആയുധങ്ങൾ താഴെ വെച്ച് സർക്കാരിന് മുമ്പാകെ, അതാത് സംസ്ഥാനങ്ങളിലെ സർക്കാരിന് മുമ്പാകെ കീഴടങ്ങണം. നിങ്ങൾക്ക് അതിനുവേണ്ടിയുള്ള പാരിതോഷികങ്ങൾ, അതായത് അതിനുവേണ്ട ഫണ്ടുകളായിരുന്നാലും അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വൻ പാക്കേജ് തന്നെ കേന്ദ്ര സർക്കാർ ഈ നക്സലേറ്റുകൾക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിങ്ങൾ കീഴടങ്ങിയാൽ സർക്കാർ നിങ്ങളുടെ കാര്യം നോക്കിക്കോളും, ഇല്ലെങ്കിൽ നിങ്ങളെ വെടിവെച്ച് കൊല്ലും എന്നൊരു നീക്കമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇനിയിപ്പോൾ ഈ വർഷം അവസാനിക്കാൻ ഇനി 2 ദിവസം മാത്രമേ ഉള്ളൂ. മാർച്ച് തുടങ്ങാൻ ഇനി 2 മാസം മാത്രം. അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞത്, ഇനി ആയുധം വെച്ച് കീഴടങ്ങാത്ത നക്സലേറ്റുകൾ ആരൊക്കെയാണോ ഉള്ളത് അവരുടെ ഒരു ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുക. ഇനി അവർക്ക് ഒരു തരത്തിലുമുള്ള മാണിന്യം കൊടുക്കേണ്ട, അവരെ കണ്ടെത്തുക, ഉടനെ തന്നെ വധിക്കുക. പൂർണ്ണമായി മാർച്ചിന് മുമ്പേ നക്സലിസം രാജ്യത്ത് നിന്നും തുടച്ചു നീക്കുക, അതായത് ഇടത് ഭീകരത രാജ്യത്ത് നിന്നും പൂർണ്ണമായി തുടച്ചു നീക്കുക എന്നൊരു നിർദ്ദേശമാണ് കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ അമിത്ഷാ ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾക്കും അതോടൊപ്പം തന്നെ ഇന്ത്യൻ സൈനികർക്കും നൽകിയിരിക്കുന്നത്.